പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞാൻ എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്ന് ദേവാലയത്തിൽ പോവുകയും ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സഭയെ സഹായിക്കുകയും ശുശ്രൂഷിക്കുകയും സഭയുടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, ഇന്ന് ഉടമ്പടി പ്രകാരം രോഗികളെ കാണാൻ പോകുന്നവരെ, സുവിശേഷ വേലയ്ക്ക് പോകുന്നവർ, പത്രം കൊടുക്കാൻ പോകുന്നവർ, അനാഥാലയങ്ങളിൽ പോകുന്നവർ, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം പാലിച്ചു പോകുന്നവരെല്ലാം, അവരെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും വിടുതലുണ്ടാകട്ടെ. പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നമ്മളെ നയിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറക്കുകയും നിൻ്റെ വഴികളിൽ അവിടെ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സുസ്ഥി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഇന്ന് കാണാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ജീസസ്. എന്നുവെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെ കിട്ടാം, സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ, 21 ലക്ഷം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എത്ര 87 തുടങ്ങിയതാണ്. ഇപ്പം എത്രയോ വർഷമായി, 36 വർഷം കഴിഞ്ഞില്ലേ. ഇപ്പം 37 വർഷമായിരുന്നു. എന്താണ് ഇത്രയും കാലങ്ങളിലൂടെ ഒരു 10-200 ആൾ അല്ലെങ്കിൽ 500 ആളെയൊക്കെ കാണാത്ത ദിവസങ്ങൾ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദുഃഖവെള്ളിയാഴ്ച മാത്രമേ ആൾക്കാരെ ഒന്നും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും ആൾക്കാരെ കാണും. ഞാനിത് പറയാൻ കാര്യം, ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ കാരണം, ഞാൻ എപ്പോഴും ആൾക്കാരെ നിരീക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ദൈവവചനത്തെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നങ്ങളും അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് പരിഹരിപ്പിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, പണ്ടുപോലെ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാരെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം പഠിപ്പിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് കൃത്യമായിട്ട് സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എന്ന് പറയണത്, ഇപ്പം നൈസേൻ ക്രീഡ്, നിക്കിയ സുനദോസ് വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസ പ്രമാണം. അപ്പം അതിൻ്റെ അകത്ത് വരണത് അത് എന്താണെന്നാണ് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞിരിക്കണമെന്ന് അറിയാമോ? അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ്. അതെങ്ങനെയാണ്? ആദിമസഭയിലെ പൗലോസിനുണ്ടായ വെളിപാടാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. രക്ഷയെന്ന് പറയണത് അതുപോലെ ഈശോ തന്നെയാണ്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ധ്യാനങ്ങളിലും എൻ്റെ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 10:9, റോമ 10:9, പിന്നെ ലൂക്ക 2:30. ഇപ്പം രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഇപ്പം അതുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷ എങ്ങനെയാണ് പ്രാപിക്കണത്? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ല, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം എന്താണ്? യമനിയമാസന, പ്രാണായാമ, പ്രത്യാസന, നിധിധ്യാസന, സമാധി, അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകുന്നതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആധ്യാത്മിക ലക്ഷ്യം ഈ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. അപ്പോൾ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു വരികയാണ്, സാധ്യതയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ആ പ്രശ്നകാലങ്ങളിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസത്തെ നമുക്കറിയാം, വിശ്വാസം എന്ന് പറയണത് പലപ്പോഴും ഒരറിവിൻ്റെ തലത്തിലുള്ള വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസം കേൾവി എന്നൊക്കെ പറയത്തില്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസമല്ല ഉള്ളത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. ഞാനിത് പറയണ കാരണം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാം വചനങ്ങളില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ
ആദ്യം വിശ്വാസം അറിവിൽ നിന്ന് വരണ കാണാം. എന്തറിവാണ്? വിശ്വാസം കേൾവിയിൽ നിന്ന്. 10:17 റോമ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഇത് എന്നിരിക്കുന്നൊരു 100 പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാണ് അടിത്തറ ഉറപ്പിച്ചില്ലെങ്കിൽ ഉത്തരവിധാനമൊക്കെ ഇങ്ങനെ വിണ്ടുകേറി വരും. പ്രത്യേകിച്ച് കാറ്റും മഴ ഉണ്ടാകുമ്പോൾ. കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണ്? ഇപ്പം അടിത്തറ എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി എന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്, പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ബേസ് ചെയ്താണ് വിശ്വാസം ഉള്ളത്, അല്ല എന്തെങ്കിലും വിശ്വസിക്കുകയല്ല. ഇപ്പം ചില ആൾക്കാർ, ചില സെക്കുലറായിട്ടുള്ള ആൾക്കാർ, ഈവൻ പ്രീസ്റ്റ് പോലും പറയും അച്ഛൻ ചെയ്യണത് ഫെയ്ത്തിസമാണെന്ന് പറയും. അപ്പോൾ ഞാൻ വിവരക്കേട് പറയുമ്പോൾ ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ മിണ്ടിയാൽ എനിക്ക് അവർ ഒഫൻഡ് ചെയ്യേണ്ടി വരും. എന്താ കാര്യം? ഫെയ്ത്തിസം എന്നും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് യൂറോപ്യൻസ് ലോകത്ത് സംഭവിക്കുന്ന ദൈവികമായ ഇടപെടലിനൊക്കെ വിളിച്ച പേര് ഫെയ്ത്തിസം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഫെയ്ത്തിസം എന്ന് പറഞ്ഞാൽ പറയും ക്രിസ്തു പോലും ഫെയ്ത്തിസമാണ് ഉപയോഗിച്ചതെന്ന് പറയും. എന്താണ്? നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. അതായത് വിശ്വാസം എന്ന് പറയണത്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണത് ആത്മവിശ്വാസം, ആത്മധൈര്യം. ഇപ്പം ആൾക്കാർക്ക് അമ്പിയെക്കൂടി നടക്കത്തില്ലേ? ഒരു വലിയ റോഡൊക്കെ പിടിച്ചുകൊണ്ട് അവർ ബാലൻസ് പോകാതിരിക്കാൻ കമ്പിയെക്കൂടി നടക്കും. സർക്കസുകാർക്ക് അവരുടെ ബാലൻസിൽ അവർക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസമല്ല, അതിനാണ് ഫെയ്ത്തിസം എന്ന് പറയുന്നത്. അവരുടെ കഴിവിൽ, അവരുടെ മെയ് വഴക്കങ്ങളിൽ, ശീലങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. അങ്ങനെയല്ല. വി ബിലീവ് ഇൻ എ പേഴ്സൺ. ഒരു വ്യക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഐഡിയയിൽ പോലും അല്ല വിശ്വസിക്കുന്നത്. ഇപ്പോൾ മാർക്സിസം ഒരു ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഈ വ്യക്തിയെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നുള്ളതാണ് ബൈബിള് നൽകുന്ന ഏറ്റവും വലിയ റെവലേഷൻ എന്ന് പറയുന്നത്, വെളിപാട്. അപ്പം ഈശോ തന്നെ പറഞ്ഞല്ലേ, വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പറയും, ലൂക്കാ 2:30, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തുവാണ്. ഇപ്പൊ റോമ 10:9 നമ്മൾ വായിച്ചേ, 10:9 വായിച്ചേ. ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും. എന്താണെന്നറിയോ? ഇതിപ്പോൾ നിങ്ങൾ ചിലർ പറയും, ഇപ്പം ഇത് അച്ഛൻ എപ്പോഴും പറയണതാണിത്. ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. എന്താണത്? 10:9 വായിച്ചേ. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും. അപ്പോൾ ആരാണ് യേശു? യേശു എന്ന് പറഞ്ഞ കർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നീ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷ പ്രാപിക്കണമെങ്കിൽ. ഈ മഹത്വത്തെ റോയ്ക്ക് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? മഹത്വത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവന് അതിൻ്റെ ആവിയും, കുഞ്ഞു മരിച്ചതിൻ്റെ ആവിയും പൊള്ളലും അനുഭവിക്കാതെ വന്നത്. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ എന്തുമാത്രം വാഗ്ദാനങ്ങളാണല്ല. ഇപ്പം റോയി അഗ്നിയിലൂടെ നടക്കുകയാണ് അല്ലേ? എഫേസ് നമ്മുടെ ഐസ 43:2 നടക്കുകയാണ്. എന്താണ്?
നീ അഗ്നിയിലൂടെ നടക്കും. പറഞ്ഞേ, നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. അപ്പൊ കല്യാണം കഴിച്ച 6 കൊല്ലമായിട്ട് അവസാനം ഈ കൊച്ചിനെ കിട്ടുന്ന കൊച്ചു മരിക്കണവരെയും മരിച്ചു കഴിഞ്ഞും ഇവനെന്താ ചെയ്യണത്? അവൻ ഈ തീയിലൂടെ യാത്ര ചെയ്യുകയാണ്. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗ്നി അവനെ വിഴുങ്ങണില്ല. ആ കുഞ്ഞ് മരിച്ചിട്ട് പോലും അതിൻ്റെ ആവിയും പുകയും അവൻ അനുഭവിക്കാത്ത ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ഈ ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ഇതൊരു വിശ്വാസിക്ക് കിട്ടിയ വാഗ്ദാനമാണ്. ക്രിസ്തുവിലെ കളകളഞ്ഞാണെന്ന് നീ വിശ്വസിക്കണമെങ്കിൽ നിനക്ക് ഈ അഭിഷേകം നിന്റെ അവകാശമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അഭിഷേകത്തെ ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകള് തുലോ നിസ്സാരമാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവിക പദ്ധതിയെ തൊട്ടറിയാൻ കർത്താവേ ഞങ്ങളിലേക്കും ആന്തരിക അഭിഷേകം ചൊരിയണം. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. റോമർ 8:18 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന, ആരാധന. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, പറഞ്ഞേ, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് നിത്യതയെക്കുറിച്ച് പറയുന്ന വചനമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹത്വം അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. മഹത്വം മുൻകൂറായിട്ട് വെളിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചത് അതാണ്. അവന് കൊടുക്കാൻ പോകുന്ന മഹത്വത്തെ ദൈവം അവന് മുൻകൂർ കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അവന് സങ്കടമില്ലാതെ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആണ് നമ്മൾ റോയുടെ ആന്തരിക നേത്രങ്ങളെ കർത്താവ്, അത് എഫീസസ് 1:18. എന്താ എഫീസസ് 1:18? ഈ എഫീസസ് 1:18 റോമ 8:18 കണക്ട് ചെയ്യേണ്ടതാണ്. എഫീസസ് 1:18 എന്താണ്? നമുക്ക് എഫീസസ് 1:18 വായിച്ചോളൂ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പം എന്താ പ്രശ്നത്തെ? വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മഹത്വം. അത് വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വാഗ്ദാനങ്ങൾ ഒന്ന് മഹത്വമായിട്ട് വരും. ഈ മഹത്വം പലതരത്തിലും ഈ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് മഹത്വം ഉണ്ടാവും, ദൈവമഹത്വം വെളിവാകും. ഈ ബൈബിളിൻ്റെ ഒരു രീതി എന്ന് പറയണത്, അടയാളങ്ങളെല്ലാം മഹത്വമാണ് പ്രകാശിപ്പിക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, കുട്ടികളുണ്ടായി,
അല്ലെ ജോലി കിട്ടി, അല്ലേ, അതുപോലെ തന്നെ സ്ഥലം വിറ്റു, അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ അടയാളങ്ങളെയും മരിയം പെർസ്പെക്റ്റീവിൽ ഈ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവത്തിനെ മഹത്വം വെളിവാക്കുന്നതിൻ്റെ മാധ്യസ്ഥം മറിയത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം കഴിയുമ്പോൾ യേശു ക്രിസ്തു അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു തൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ അടയാളം കാണിച്ചത് കാനായിൽ വെച്ചാണെന്ന് പറയാൻ കാരണം അതാണ്. മഹത്വവും അടയാളവും തമ്മിൽ അടയാളമുണ്ട്, അത് ദൈവമഹത്വമാണ് ഉള്ളത്. നമുക്ക് കിട്ടുന്ന അത്ഭുതങ്ങളെല്ലാം ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ്. റീഡ് ഇറ്റ്, ശ്രുതികട. ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11 വായിച്ചോളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് എന്ന് പറഞ്ഞ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. കണ്ട. അപ്പൊ യോഹന്നാൻ 2:11 എന്താ പറയണത്? യേശു തൻ്റെ മഹത്വം വെളിവാക്കാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം. അടയാളങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പോഴും അടയാളങ്ങൾ, ഇപ്പോഴുവരെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അടയാളങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. വിഷയങ്ങളില് സമയബന്ധിതമായി ഇടപെടുന്ന മാതൃവാത്സല്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ അടയാളം, ദൈവം, ഈ മഹത്വം, ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി വെളിപ്പെടുത്തുമ്പോഴാണ് ആന്തരിക അഭിഷേകം ഉണ്ടാകണത്. പീഡിയ. ഇപ്പോൾ റോയ്ക്ക് സംഭവിച്ചത് എന്താണ്? അവൻ പറഞ്ഞത് എന്താണ് ഭാര്യയോട്? നമ്മൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ കുഞ്ഞിനെ തരുമെന്ന് അടയാളം കാണിച്ചില്ലേ? അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് അവനെ തിരിച്ചു പോയെങ്കിലും അത് അടയാളമാണ്. എന്താണ്? അമ്മ നമുക്കിനി കുഞ്ഞിനെ തരുമെന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കും. അപ്പോൾ അവളുടെ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കും. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എന്താ പറയുക? പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പ്രഗ്നൻ്റ് ആവും. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞിനെ പ്രസവിക്കും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ അടയാളങ്ങൾ നേരത്തെ, അതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവിടെ ചെയ്തപ്പോൾ ഡോക്ടറിനോട് ഈ റോയി ദൈവത്തോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒന്ന് തിരിച്ച് വാങ്ങിച്ച കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ്. ഓരോ വിശ്വാസികളാണ്, നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തോട്. ഇവള് 10 മാസം അതിനെ ചുമന്ന് അതിൻ്റെ പുറകെ നടന്നതല്ലേ, ഞാനും കുറേ പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ നിന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. വേറെയാണ് കുഞ്ഞിനെ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ പറഞ്ഞത് ഞങ്ങളൊക്കെ ഒന്ന് നീ വാങ്ങിച്ച കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അവനൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അവൻ്റെ വെയിറ്റ്, അവൻ്റെ മുടിയുടെ ചുരുളൻ നിറം, അതുപോലെ തന്നെ അവൻ്റെ അലർജികൾ നിലവാരം എല്ലാം ആദ്യത്തെ കുഞ്ഞിൻ്റെ തന്നെയാണ്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നിന്നെ ദൈവത്തിന് ഏത് വിധേനയും സഹായിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഏത് വിധേനയും. ഇപ്പം അനിതയുടെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അനിതയ്ക്ക് സംഭവിക്കുന്നത് എന്താ? അനിതയ്ക്ക് സംഭവിക്കുന്നത് ഈ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അനിതയുടെ പഴയ ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ട്, ആ സ്റ്റോറി ഭയങ്കര രസമാണ്. അനിതയുടെ ലൈഫിലേക്ക് അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഇനി ഉടമ്പടി ഇനിയിപ്പോൾ അപ്പോൾ അവൾക്ക് വന്ന മാറ്റം എന്താണ്? അവൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ മകളായി, ആ കുടുംബത്തോടും ദൈവത്തിൻ്റെ മകളായി. അത് രസമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസമൊക്കെ ഈ ബ്രെയിനൊക്കെ ഡാമേജായി ഓർമ്മയില്ലാതെയൊക്കെ കിടക്കുന്ന ഭർത്താവില്ലേ,
അയാൾ ആദ്യമൊക്കെ അയാളുടെ ഭാര്യ അയാളുടെ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അയാളും ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന അവരുടെ വിശ്വാസത്തിനല്ലല്ലോ അത്. അപ്പം ആ ഭാര്യയും കുഞ്ഞുങ്ങളും കാണിക്കുന്ന ഒരു രീതി കണ്ടിട്ട് അയാൾക്ക് ചിരിയും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അയാളെ കിടന്നുണ്ട്. ചേട്ട പറഞ്ഞ ഇവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ അമ്മയും മക്കളും കൂടിയിരുന്നാണ് പ്രാർത്ഥിക്കണതേ. മറ്റയാൾ കട്ടിലെ തളർന്ന് അവസാനമായി കിടക്കുകയാണ്. അപ്പം ഈ മനുഷ്യന് ഈ കുടുംബം കരകയറാൻ വേണ്ടി തൻ്റെ ഭാര്യയും മക്കളും കൂടി ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ അയാൾ നോക്കി ചിരിക്കും. കളിയാക്കി ചിരിക്കണതല്ല, നിസ്സഹായതയിലുള്ള ചിരിയാണ്. നിങ്ങളത് അനുഭവത്തിലൂടെ പോയാൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ.